പ്ലാൻ ചെയ്തത്, പെട്ടെന്ന് പ്ലാൻ മാറി. ഇന്ന് ഞാൻ സമർഖന്ദിൽ നിന്ന് ബുഖാറയിലേക്ക് പോവാണ്. ബുഖാറ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇന്ന് ഞാൻ സമർഖന്ദിൽ നിന്ന് ബുഖാറയിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ബുഖാറയിലേക്കുള്ള ആ ഒരു യാത്രയും ബുഖാറയിൽ എത്തിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. നമ്മുടെ എക്സ്പ്ലോറിംഗ് യൂണിയുടെ 8ാമത്തെ ദിവസമാണ്. എന്താണ് എക്സ്പ്ലോറിംഗ് യൂണി എന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. അതായത് അബ്രോഡ് പോയി MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിക്കും അവരുടെ പേരൻസിനും ഓരോ രാജ്യങ്ങളിലും പോയി അവിടെയുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് പോയി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഫോറിൻ ഡിഗ്രി എക്സ്പ്ലോറിംഗ് യൂണി സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഒന്നും മറച്ചു വെക്കാതെ എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സമർഖന്ദിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റൽ, അതേപോലെ തന്നെ ഹോസ്പിറ്റൽസ്, സിറ്റി, എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് സ്റ്റുഡൻറ് റിവ്യൂ അടക്കം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ സമർഖന്ദിൽ നിന്ന് പോവുകയാണ്. ഇതാണ് ഞാൻ ചെയ്ത ഹോട്ടൽ കമീല. ഇവിടെ ഓൾമോസ്റ്റ് 2 ലക്ഷം റൂംസ് ആണ് ഒരു ദിവസത്തെ വാടക ഉണ്ടായിരുന്നത്. അതായത് ഇന്ത്യൻ റുപ്പീസിൽ 1350 രൂപ. ആദ്യം ഞാൻ ബസ്സിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ബസ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബുഖാറയിലേക്ക് എത്തുന്ന കാഴ്ചകളൊക്കെ മിസ്സാവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടാക്സി വിളിച്ച് പോകാമെന്ന് കരുതി. അങ്ങനെ ഞാൻ യാൻഡക്സിൽ ടാക്സി ബുക്ക് ചെയ്ത് ടാക്സി വന്ന സമയത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡ്രൈവർ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ടാക്സിയിൽ ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് അതിന്റെ കൂടെ ഉള്ളത് ഹുദയോർ ബി എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടാണ്. പോകുന്ന വഴിക്ക് റോഡിന്റെ സൈഡിൽ സമർഖന്ദ് ബ്രെഡ് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈവർ ചോദിച്ചു, നമുക്ക് കുറച്ച് ബ്രെഡ് വാങ്ങിയാലോ പോകുന്ന വഴിക്ക് കഴിക്കാൻ. ഞാൻ പറഞ്ഞു ഓക്കെ. അതായത് ഈ ഒരു ബ്രെഡിന്, അതായത് സമർഖന്ദ് ബ്രെഡിന് വലിയൊരു ബ്രെഡാണ് കേട്ടോ. അതാ ഓൾമോസ്റ്റ് ഇത്രയും വലുപ്പമുള്ള ഒരു ബ്രെഡാണ്. ഈ മുകളിലുള്ള ബ്രെഡിന് ഓൾമോസ്റ്റ് 6000 സോമ, അതായത് ഇന്ത്യൻ റുപ്പീസിൽ 40 രൂപ. കേട്ടോ, രാവിലത്തെ ഫുഡ് ഇതാണ്. നല്ല ചൂടുള്ളതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഞാൻ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടിയിരുന്ന റസ്ക് പോലെ ഉണ്ടായിരുന്നു, ഭയങ്കര കട്ടിയായിട്ട്. ഇപ്പോൾ വിജനമായ പ്രദേശമാണ്, ചുറ്റും ചെറിയ കൃഷികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ സമർഖന്ദിൽ നിന്ന് ബുഹാറയിലേക്ക് 4 മണിക്കൂറാണുള്ളത്. ബുഹാറ എന്ന് പറയുന്നത് കുറച്ചൊരു റിമോട്ട് ലൊക്കേഷനാണ്. തഷ്കന്ദിൽ നിന്ന് ബുഹാറയിലേക്ക് വരികയാണെങ്കിൽ 8 മണിക്കൂറും 49 മിനിറ്റ്, അതായത് 8.25 മണിക്കൂറാണ് തഷ്കന്ദിൽ നിന്ന് ബുഹാറയിലേക്ക് വരികയാണെങ്കിൽ ദൂരമുള്ളത്. അതായത് ഓൾമോസ്റ്റ് സമർഖന്ദ് കിടക്കുന്നത് ഇതിന്റെ ഒരു സെന്ററിലായിട്ടാണ്. അപ്പുറത്തെ ഭാഗത്ത് ബുഹാറ, ഇപ്പുറത്തെ ഭാഗത്താണ് തഷ്കന്ത്, അതേപോലെ ഫർഗാന, ആൻഡിജം പോലുള്ള സിറ്റികളൊക്കെ വരുന്നത്. ശരിക്കും ഞാൻ താഷ്കന്ദിൽ നിന്ന് സമർഖന്ദിലേക്ക് വന്നതും ടാക്സി തന്നെയായിരുന്നു. പക്ഷെ അതൊരു ഷെയർഡ് ടാക്സി ആയതുകൊണ്ട് ഓൾമോസ്റ്റ് 1,30,000 സോംസേ എനിക്ക് വന്നിട്ടുള്ളൂ. അതായത് ഇന്ത്യൻ റുപ്പീസിൽ ഓൾമോസ്റ്റ് 884 രൂപ. അവർ വളരെ ചീപ്പായിരുന്നു, വളരെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് സമർഖന്ദിലേക്ക് എത്താൻ പറ്റും. ബുഖാറയിലേക്ക് പോകുന്ന ഈ ഒരു യാത്ര എനിക്ക് പൊതുവെ തോന്നിയത് കേരളത്തിൽ നിന്ന് കോയമ്പത്തൂരിലേക്കും പൊള്ളാച്ചിലേക്ക് പോകുന്ന ആ ഒരു റൂട്ടിലെ അതുപോലെയാണ്. റോഡിന്റെ 2 ഭാഗത്തും നല്ല വയലും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ പക്ഷെ കൃഷി ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ തരിശുഭൂമിയായിട്ട് ഇട്ടേക്കാണെന്ന് തോന്നുന്നു. ഇത് ഗോതമ്പോ നെല്ലോ എന്തോന്നാണ് സൈഡിൽ കൃഷി ചെയ്യുന്നത്. റോഡിന്റെ സൈഡിലൊക്കെ ക്രിസ്മസ് ട്രീ പോലുള്ള ഒരു ട്രീ ഉണ്ട്. ഇവിടെ വിന്റർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മരത്തിലൊന്നും ഇലകളില്ല. കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനുവരി ഒക്കെ സ്റ്റാർട്ടിങ് ആകുമ്പോഴേക്കും ഇവിടെ ഫുള്ള് മഞ്ഞ് മൂടി റോഡൊക്കെ മഞ്ഞിലായിരിക്കും. ആ സമയത്ത് ഈ മരങ്ങളിലൊക്കെ വെള്ള നിറമായിരിക്കും, മഞ്ഞ് കെട്ടിക്കിടന്നിട്ട്. അവിടെ നിങ്ങൾക്ക് ഡൊറിഹോണ കാണാം. ഡൊറിക്സോണ എന്നാണ് ഇംഗ്ലീഷിൽ ചെയ്താൽ, പക്ഷെ അത് ഡൊറിഹോണ എന്നാണ് വായിക്കുക. ഡൊറിഹോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ഷോപ്പാണ്. ഇവിടെയുള്ള മെഡിക്കൽ ഷോപ്പിനാണ് ഈ ഡൊറിഹോണ എന്ന് പറയുന്നത്. ഒരു യാത്ര കൊള്ളാം, രസമുണ്ട്. ഇത് അങ്ങനെ ഞങ്ങൾ ബുഖാറയിലെത്തി. രാവിലെ ഇറങ്ങുമ്പോൾ കുറച്ച് ഭക്ഷണം കഴിച്ചാണ്, അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. ബുഖാറയിൽ എത്തി ഉടനെ നമ്മൾ റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഉള്ളത് ബുഖാറയിലുള്ള ഒരു നേറ്റീവ് റെസ്റ്റോറൻറ്റിലാണ്. ഇതൊരു സംസം ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഹോട്ടലിൽ കയറിയപ്പം വൈകുന്നേരം ആയതുകൊണ്ട് അവിടെ ആകെ ഉള്ളത് സമൂസ മാത്രമാണ്. എന്നാൽ അതും കഴിച്ചിറങ്ങാന്ന് വെച്ചു. ഈ ഒരു ടൈപ്പ് ബുഖാറയിലാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇങ്ങനെയുള്ളത് അടി കുറച്ചൊന്ന് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് മറ്റേ സമൂസൻ്റെ എന്തില്ല, പപ്സിൻ്റെ ഒരു ടെക്സ്ചർ അല്ലായിരുന്നു. അങ്ങനെ ഫുഡും കഴിച്ചിറങ്ങിയപ്പോൾ ഹോട്ടലിന്റെ പുറത്ത് കുഞ്ഞു കുഞ്ഞു പെട്ടിക്കടയിൽ ബ്രെഡും ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്നുണ്ടായിരുന്നു. ഈ ബ്രെഡ് ഇങ്ങനെ വെച്ചത് കാണാൻ നല്ല രസമാണ്. അങ്ങനെ ഞാൻ അവിടുന്ന് ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോയി. ബുഖാറ കുറച്ച് ഉൾപ്രദേശം ആണെങ്കിലും അവിടുത്തെ സിറ്റിയൊക്കെ ഭയങ്കര നീറ്റാണ്. ഞാൻ ബുഖാറ യൂണിവേഴ്സിറ്റിയുടെ പഴയ ബിൽഡിങ്ങിന്റെ തൊട്ടടുത്താണ് ഹോട്ടൽ എടുത്തത്. അങ്ങനെ ഹോട്ടലിലെത്തി ഒന്ന് റിഫ്രഷ് ആയി പുറത്തിറങ്ങിയപ്പോൾ അവിടെ കുറച്ച് ഇന്ത്യൻസിനെ പരിചയപ്പെട്ടു. ഹായ്. അവരിൽ ഒരാൾ നെതർലാൻഡിൽ നിന്നും ബാക്കി 2 ആൾ ഇന്ത്യയിൽ നിന്നും ഉസ്ബെക്കിസ്ഥാൻ കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ ബുഖാറയിലുള്ള അണ്ടർ വോക്കാണ്. അപ്പോൾ ഇത് സമർഖന്ദിനേക്കാളും തഷ്കന്ദിനേക്കാളും കുറച്ചുകൂടെ നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീറ്റായിട്ട് കുറച്ച് ക്രിയേറ്റീവ് ഇവിടെയുള്ള മോസ്റ്റ് പ്ലേസസ് ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്.
ഹോജ നസറുദ്ദീൻ മുല്ലയുടെ ഒരു ഫോട്ടോ ആണ്. നമ്മളറിഞ്ഞൊക്കെ മുല്ലാക്കഥകൾ പണ്ട് എന്താണ് അമർ ചിത്രകഥയെന്നും അതേപോലെയുള്ള ബാലഭൂമി എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവല്ലോ. ഒരു മുല്ലയുടെ ചിത്രമാണ്. ബുഖാറയിലൂടെ ശരിക്കും രാത്രി നടക്കാൻ നല്ല രസമാണ്. സിറ്റിയൊക്കെ നൈറ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സലോം നമസ്തേ എന്ന് പറഞ്ഞ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് മുന്നിലെത്തി. അപ്പോൾ ഇതാണ് ഈ സലോം നമസ്തേ എന്ന് പറഞ്ഞുള്ള റെസ്റ്റോറൻറ്റ്. എന്താ അവസ്ഥ എന്നുള്ള അറിയില്ല. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 10-15 മീറ്ററൊക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹിന്ദുസ്ഥാൻ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് കുട്ടികളൊക്കെ വന്ന് കഴിക്കാറുണ്ട്. ഇവിടെ ഇന്ത്യൻസ് ഉണ്ട് കേട്ടോ, ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെ അവിടുന്ന് നല്ല കറക്റ്റ് ചായയും ബിരിയാണിയും കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഒരു ബിരിയാണിക്ക് ഇന്ത്യൻ റുപ്പീസിൽ ഓൾമോസ്റ്റ് 500 രൂപേൻ്റെ അടുത്തുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇവിടെ അടുത്ത് സെൻട്രൽ പാർക്ക് ഉണ്ട്, അതൊന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. ഞാൻ മാത്രമല്ല ബുഖാറയിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികളും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂ ഇയർ അടുപ്പിച്ചാണ് ഞാൻ അവിടെ എത്തിയത്. അതുകൊണ്ട് ആ പാർക്ക് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഉസ്ബെക്കിസ്ഥാനിലുള്ള ബുഖാറ യൂണിവേഴ്സിറ്റിൻ്റെ തൊട്ടടുത്തുള്ള സെൻട്രൽ പാർക്കിലാണ്. അപ്പോൾ ഇവിടെയാണ് ക്രിസ്മസിനൊക്കെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇവിടെയൊക്കെ പല 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 രൂപത്തിൽ ലൈറ്റ് കെട്ടി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നിന്നിട്ട് കുട്ടികൾ ഫോട്ടോ എടുക്കണം, ചെറിയ മക്കളൊക്കെ. അതേപോലെ ഒരു മാനിൻ്റെ ഒരു രൂപമുണ്ട്, പിന്നെ മീനിൻ്റെ ഒരു രൂപമുണ്ട്, പിന്നെ നക്ഷത്രം. ഈ ക്രിസ്മസ് ട്രീയുടെ ചുറ്റും ക്രിസ്മസ് പരിപാടികൾ എന്നുള്ള രീതിയിൽ ക്രിസ്മസ് അപ്പൂപ്പന്മാർ ചിലർ ഗിഫ്റ്റും കൊണ്ടുവരും. ആ പൈസ കൊടുത്തിട്ട് ഗിഫ്റ്റ് വാങ്ങണം ക്രിസ്മസ് അപ്പൂപ്പൻ്റെ അടുത്ത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെ ഉള്ളത്. ബുഖാറ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ ഇടയ്ക്ക് ലീവൊക്കെ കിട്ടുന്ന സമയത്ത് വരുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ കുറേ ക്രിസ്മസിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മുടെ നാട്ടിലുള്ള ഒരു പള്ളി പെരുന്നാളിനൊക്കെ പോയ ഒരു ഫീലാണ്. ഒരുപാട് ആളുകളുണ്ട്, കുറേ കാര്യങ്ങൾ, ചെറിയ 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 കടകളിൽ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു ഫീലാണ് ഇവിടെ. ഒരുപാട് ഗെയിമുകൾ അവിടെ ഉണ്ട്. അങ്ങനെ ബലൂൺ എറിഞ്ഞ് പൊട്ടിക്കുന്ന ഒരു ഗെയിം ഉണ്ട്. അപ്പോൾ ഇത് പറഞ്ഞാൽ അതൊന്ന് കളിച്ചു നോക്കാം. 3 കളിച്ചാൽ ആ ഡോൾ കിട്ടുന്ന ശരിയില്ല, അവിടെ നിന്ന് ചെറിഞ്ഞാൽ മതി. എന്നാ കൊള്ളിച്ചോ, പൊട്ടണം. ആ ഒന്ന്, അയ്യോ ഇത് പൊട്ടിച്ചാല് എല്ലാവരും പുറത്താണ്. കൊണ്ടത് 2 വിടൂല, കൊള്ളാത്ത 3 വിടും. അങ്ങനെ ആ ഒരു പാർക്കിലൂടെ നടക്കുന്ന സമയത്ത് ഉസ്ബെക്കിസ്ഥാനിൽ നമ്മളെ കണ്ടപ്പോൾ നമ്മളെ പരിചയപ്പെടാനൊക്കെ വരുന്നുണ്ടായിരുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ ന്യൂ ഇയറിന്റെ അല്ലെങ്കിൽ ക്രിസ്മസിന്റെ ഈ ഒരു സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ പാർക്കുകളിലും വലിയ ക്രിസ്മസ് ട്രീകൾ ഉണ്ടാവാറുണ്ട്. ജൈന്റ് ക്രിസ്മസ് ട്രീ. അതിന് വലുപ്പം കാണണമെങ്കിൽ അതിന്റെ താഴെ നിൽക്കുന്ന ആൾക്കാരുടെ വലുപ്പം നോക്കിയാൽ മതി, എത്ര ഉണ്ട് എന്നുള്ള അറിയണമെങ്കിൽ. ഇവിടെ എന്തോ ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്. അത് ഉസ്ബെക്കി വായിക്കാൻ അറിയാത്തതുകൊണ്ട് എനിക്കറിയില്ല. ഈ പാർക്ക് ശരിക്കും നമുക്ക് കണ്ടുകൊണ്ട് നടക്കാനും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനുള്ള കുറേ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. കുറേ ക്രിസ്മസ് അപ്പൂപ്പന്മാരൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ വന്ന് നിൽക്കുന്നത്, ഫോട്ടോ എടുക്കുന്നത്. ചെറിയ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുകയാണ്. ഇവിടെ ജസ്റ്റ് വരാം, ഒരു പ്രാവശ്യം കണ്ടിട്ട് പോകാം, അത്രമാത്രം ഭയങ്കര അട്രാക്റ്റീവ് ഒന്നുമല്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ബുഖാറ ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി ഒരു ഇലക്ട്രിക് ഓട്ടോയിൽ കയറി. ഇലക്ട്രിക് ഓട്ടോന്റെ പിന്നിൽ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് കടകളൊക്കെ അടച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ ബുഖാറ എന്ന് പറയുന്നത് രാത്രിയാവുന്ന സമയത്ത് ഒരുമാതിരി ഇരുട്ട് പിടിച്ചൊരു സ്ഥലമാണ് കേട്ടോ. ബുഖാറ താഷ്കന്ത് പോലെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു ആർക്കിടെക്ചർ അങ്ങനെയും മെയിൻറ്റെയിൻ ചെയ്യാനാണ് അവർ നോക്കുന്നത്. അത് കാണാനാണ് ടൂറിസ്റ്റുകൾ ബുഖാറയിലേക്ക് വരുന്നത്. ബുഖാറയിലുള്ള ഉൾവയിലൂടെ പോകുന്ന സമയത്ത് എനിക്ക് നമ്മുടെ നാട്ടിലൂടെ പോകുന്നത് പോലെയാണ് തോന്നിയത്. അതെ, അവർ പറയുന്നത് ജുദാ യക്ഷികളാണ് വരുന്നതാണ്. മൂപ്പര് പറഞ്ഞു ഹിന്ദുസ്ഥാൻ ജുദാ യക്ഷിയാണ്. അതായത് ജുദാ യക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതെ, മൂപ്പർ എന്തൊക്കെയോ പറയണുണ്ട്. ഇത് ഹമ്പുകളിലൊക്കെ എടുത്ത് എറിയാണ് വണ്ടി. മൂപ്പർ വിസിലടിക്കുന്നതാണ്. ഓ ഫോണാണ്, ഞാൻ വിചാരിച്ചു മൂപ്പർ വിസിൽ. ഇത് വീഗാലൻ്റെ റൈഡ് കയറിയ അവസ്ഥയാണ്. ഓൾഡ് ബുഖാറയിൽ കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ബുഖാറ സിറ്റിയിൽ നമുക്ക് കാണാനുള്ളത് ഇത്രമാത്രം കാര്യങ്ങളേ ഉള്ളൂ. മൂപ്പര് ചോള പരിവെക്കുന്ന പോലെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അമ്മേ ഇപ്പൊ തെറിച്ചോടെ എന്നെ എടുക്കേണ്ടവരുണ്ട്. മൂപ്പരുടെ ഡ്രൈവിംഗ് സ്കില്ലൊക്കെ മൂപ്പരോടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കട്ട് ചെയ്ത് വളച്ച് പോയിട്ട് അങ്ങനെ ഞങ്ങൾ ഓൾഡ് ബുഖാറയിലെത്തി. ഓൾഡ് ബുഖാറ കുറച്ച് ആക്റ്റീവ് ആയിരുന്നു. ഉള്ളത് ബുഖാറ ആർക്കിന്റെ മുന്നിലാണ്. ഇതാണ് ഓൾഡ് ബുഖാറ ആർക്ക്. ഇവിടെ കുറെ കുതിര ഉണ്ടാവും. അപ്പോൾ കുതിരന്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് ഇങ്ങനെ റൗണ്ട് അടിക്കാം. അതേപോലെ തന്നെ കുതിരന്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കാം. ഇങ്ങനത്തെ കുറച്ച് കുതിരന്റെ കളികൾ മാത്രമാണ് ഇവിടെ ഉള്ളൂ. ഞാനൊരു കുതിരയുടെ മുകളിലൊക്കെ കയറി. കുതിരന്റെ മുകളിൽ ഇങ്ങനെ പോവാണ്. അപ്പോൾ ബുഖാറയിൽ കുതിരന്റെ മുകളിൽ കയറി നമുക്ക് ബുഖാറയുടെ സിറ്റി കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ളത്. ഇവിടെ മാത്രം ചുറ്റുമുള്ളൂ എന്ന് തോന്നുന്നു.
അവിടുന്ന് ഞങ്ങൾ ബുഖാറ തോമ്പ് കാണാൻ വേണ്ടിയിട്ട് പോയി. ബുഖാറ തോമ്പ് എന്ന് പറഞ്ഞ ഒരു ടവറാണ്. നമ്മളിപ്പം കാണുന്നത്, മുന്നിൽ കാണുന്ന ഒരു ലൈറ്റുള്ള സാധനമാണ് ബുഖാറ ടോംബ്. ഈ രാത്രിയാണ് ഈ ഒരു ടോംബിന്റെ അട്രാക്ഷൻ എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ രാത്രി ഇവിടെ അത് കാണാൻ വന്നേക്കാണ്. താഴ്ന്ന് മുകളിൽ നിന്ന് ലൈറ്റ് അടിച്ചിട്ട് അതിന്റെ നടുവിൽ ഒരു ഗ്രേഡിയന്റ് ഫീൽ ആണ്. അതിന്റെ തൊട്ടരികിൽ ഒരു മസ്ജിദ് ഉണ്ടായിരുന്നു, പക്ഷെ രണ്ടും അടച്ചെടുക്കായിരുന്നു. നേറ്റീവ്സ് ഒക്കെ കടകളൊക്കെ അടിച്ച് വീട്ടിലേക്ക് പോകും, പിന്നെ കുറച്ച് ടൂറിസ്റ്റുകൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അങ്ങനെ അതും കണ്ട് ഞങ്ങൾ ഓൾഡ് ബുഖാറ ചുറ്റി നടന്നു. നല്ല രസമുണ്ട് കേട്ടോ ഈ സ്ട്രീറ്റ് കാണാൻ, ലൈറ്റ് ഒക്കെ ആയിട്ട്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ലൈഫ് ഇല്ലാത്തൊരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ. ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ കൂടെ കംപ്ലീറ്റ് ക്ലോസ് ആവും. ഇത് ഒരു പെട്ടിക്കട അല്ല, ഐസ്ക്രീമിന് 5 സ്റ്റാർ ഹോട്ടലിലെ റേറ്റ് ആണെന്നാണ് ഇവർ പറയുന്നത്. ഓൾഡ് ബുഖാറ നടന്ന് കാണുന്നത് നമുക്ക് തോന്നും അതേതോ ഗ്രാമമാണെന്ന്. ഓൾഡ് ബുഖാറയിലൂടെ നൈറ്റ് ട്രാവൽ ചെയ്ത് നോക്കണം. അപ്പൊ നൈറ്റ് ഒന്ന് നടന്നു നോക്കാണ്. ഓൾമോസ്റ്റ് ഇവിടുത്തെ സമയം ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അതും കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ലേ ബോണറ്റ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലേക്ക് പോയി. ഇതിപ്പോ ഞങ്ങൾ പോകുന്നത് ഫിദ പറഞ്ഞേക്കണ ഒരു അടിപൊളി ഫുഡാണ് ഉസ്ബെക്കിസ്ഥാനിൽ, ഒരു അണ്ടർ റേറ്റഡ് ഫുഡാണ് എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവെക്കുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ അവിടത്തേക്കാണ് ഞങ്ങൾ കയറുന്നത്. ഞാൻ ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഒരു തുർക്കിഷ് റെസ്റ്റോറന്റ് ആയിരുന്നത്. ഒരുപാട് ആളുകൾ ശീശ ഇവിടെ വന്നിട്ട് വലിക്കാറുണ്ട്. പല ഹോട്ടലുകളിലും ശീശ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. ഇത് എന്താന്ന് സോസിൽ മുക്കുന്നു. ഇതാണ് സാധനം. ഇത് കൊള്ളാം. അവിടുന്ന് ഫുഡും കഴിച്ച് കുട്ടികൾ നേരെ ഹോസ്റ്റലിലേക്ക് പോയി. ഞാൻ എൻ്റെ ഹോട്ടലിലേക്ക് പോകുന്നു. നാളെ നമുക്ക് ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും അതിൻ്റെ ഹോസ്റ്റലും കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണണം.